ഈവൻ ഓരോ ചെറിയ ചെറിയ സ്ക്രൂവും ഓരോ നെറ്റ് വരെ ഇതിൽ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. നമസ്കാരം, പവർ മോട്ടറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാറിൻ്റെ പലതരത്തിലുള്ള ഡീറ്റെയിലിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സ്റ്റീം വാഷ്, പല കാര്യങ്ങൾ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈവൻ ഓരോ ചെറിയ സ്ക്രൂ വരെ ഡീറ്റെയിലിംഗ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉള്ളത് ആലുവ തോട്ടുമുഖത്താണ്. ആലുവ തോട്ടുമുഖത്ത് കാഗോ കാർ വാഷിൻ്റെ ഒരു യൂണിറ്റാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ആ യൂണിറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. പിന്നെ അതുപോലെ തന്നെ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് യൂണിറ്റിൻ്റെ ആളുകളൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കാഗോ കാർ വാഷ് യൂണിറ്റിൻ്റെ നിഷാദാണ്. അപ്പോൾ നിഷാദ്, നമ്മൾ ഇന്നത്തെ കാറിൽ ഈ പറയുന്ന നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വണ്ടി ഒരു ഗ്രാൻഡ് ഐട്ടനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്രാൻഡ് ഐട്ടൺ മജീദ് കാടേതാണ്, നമ്മുടെ തൊട്ടുമുഖത്തുള്ള മജീദ് കാടേതാണ് വണ്ടി. അപ്പോൾ നിഷാദ്, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഒരു സിൽവർ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. സിൽവർ പ്ലാനിൽ നമുക്ക് വരുന്നത് ഇന്റീരിയർ സ്റ്റീമിങ്, എക്സ്റ്റീരിയർ സ്റ്റീമിങ്, ഡാഷ്ബോർഡ് പോളിഷിങ്, പിന്നെ ഡിയോഡറൈസിങ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു ടയർ ഡ്രസ്സിങ് ചെയ്യുന്നുണ്ട്, പിന്നെ ഡാഷ്ബോർഡ് പോളിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലസ് ആയിട്ട് നമ്മളൊരു എഞ്ചിൻ റൂം വാഷും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് അഡീഷണൽ ആണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഇടയ്ക്കൊന്ന് ഈവൻ സ്ക്രൂ വരെ ഡീറ്റെയിൽ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതിനൊക്കെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? ഇപ്പോൾ ഈവൻ എന്താ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്ക്രൂ കാണാം. സ്ക്രൂവിൽ ഇപ്പോൾ പെയിൻ്റ് ആയിട്ടുണ്ട്, പെയിൻ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലാത്ത ക്ലീനിങ് ഈവൻ ഈ കാണുന്ന ഈ കോർണറിൽ വരെയുള്ള എല്ലാ. അതെ, നമ്മുടെ അടുത്തൊരു ചെറിയൊരു ബ്രഷ് ഉണ്ട്. നമ്മൾ ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് സ്റ്റീം വാഷ് ഉപയോഗിച്ച് ചെറിയൊരു സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കോർണറിലും നമുക്ക് എത്തും. പിന്നെ സ്റ്റീം വാഷ് ആയതുകൊണ്ട് 99% ബാക്ടീരിയാസ് നമ്മളിൽ നിന്ന് ചത്തു പോകുന്നതാണ്. ഇപ്പൊ അറിയാലോ, കൊറോണ വൈറസിനെ തുരത്താനായിട്ട് ആവി പിടിക്കാനാണ് യൂണിസെഫ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സെയിം ടെക്നോളജിയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോ എത്ര ഡിഗ്രിയിലായിരിക്കും ആവി വരിക? ഒരു 130 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ആവി വരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് കയ്യിലേക്ക് അടിച്ചാൽ ചൂടൊന്നും പറ്റില്ല, ചൂട് കിട്ടില്ല. അത്ര കാര്യമായിട്ട് കൈ പൊള്ളുന്ന രീതിയിലുള്ള ചൂടൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വാട്ടർ വേസ്റ്റേജിന് ഭയങ്കര ഒരു പ്രാധാന്യം ഉള്ളതാണ്. കുറെ സ്ഥലത്തൊന്നും വെള്ളം കിട്ടാനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് വെറും 5 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു വണ്ടി വാഷ് ചെയ്യുന്നത്. 5 ലിറ്റർ കൊണ്ട് മൊത്തം വണ്ടി വാഷ് ചെയ്ത് തരും. നമ്മൾ 5 ലിറ്റർ കൊണ്ട് മൊത്തം വണ്ടി നമ്മൾ വാഷ് ചെയ്യും. ഈവൻ ടയർ ഡ്രസ്സിംഗ്, എഞ്ചിൻ ഡീഗ്രീസിംഗ് ഉൾപ്പെടെ എല്ലാം ചെയ്യും. അതെ, നമ്മൾ ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ടയർ, മാറ്റ് എല്ലാം നമ്മൾ ചെയ്യും. നമുക്കൊരു 15 മിനിറ്റ് നമ്മൾ സ്റ്റീം ഓൺ ആക്കിയാൽ മതി. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം സ്റ്റീം കൊണ്ടുള്ള എല്ലാ പരിപാടിയും തീരും. നമുക്ക് ഒരു 500 രൂപയുടെ പ്ലാൻ, അതായത് സിൽവർ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം മാത്രം മതി. അതുകൊണ്ട് നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മുടെ മജീദ് ഖാനൊക്കെ പോലെ നല്ല എപ്പോഴും തിരക്കുള്ള ആളുകൾ, എപ്പോഴും കാറ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റാത്ത, സമയം കുറവുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗമാണ് ഇതെന്നുള്ളതാണ് മജീദ് ഖാ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മജീദ് ഖാക്ക് ഇതൊരു സക്സസ്ഫുൾ ഐഡിയ ആയിട്ട് തോന്നിയത്. നിഷാദുമായിട്ട് ക്ലോസ് ആണ്, നമ്മുടെ ഇതിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള നിഷാദുമായിട്ട് ക്ലോസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കാഗോ കാർ വാഷിനെ പരിചയപ്പെടുത്തുന്നതും. ഫ്ലാറ്റുകളിലൊക്കെ ഉള്ള ആളുകൾ, അധികം വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ, അതുപോലെ തന്നെ തിരക്കുള്ള ആളുകൾ, വണ്ടി കൊണ്ടുപോയി സർവീസിന് കൊടുക്കാൻ പറ്റാത്ത ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരുന്ന ഒരു യൂണിറ്റാണ് ഈ ഒരു കാഗോ കാർ വാഷിൻ്റേത്. ഓക്കെ, ജനറേറ്റർ കണക്ട് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ സ്റ്റീം വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ പണിയായുധങ്ങൾ ഓരോന്നായിട്ട് എടുക്കാണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന കാർച്ചറിൻ്റെതാണല്ലേ? വെറ്റ് ആൻഡ് ഡ്രൈ ആണ്. നമ്മുടെ ഈ പരിപാടി തുടങ്ങുന്നത് ഇന്റീരിയർ വാക്വം ചെയ്തുകൊണ്ടാണ് അല്ലേ? ഇന്റീരിയറും അതുപോലെ തന്നെ പിന്നെ കാറിന്റെ ബൂട്ടും വാക്വം ചെയ്താണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടയറിൽ നിന്നാണ്. ടയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ചെളിയാവില്ല. നമ്മൾ ഏറ്റവും അവസാനം ടയർ കഴുകുമ്പോൾ വണ്ടിയുടെ ബോഡിയിൽ വീണ്ടും ചെളിയാവും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ടയർ കഴുകുക. ടയറിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഒരു വണ്ടിയിൽ ഡയറക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ടയർ കഴുകി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒന്നടിച്ച് ഓക്കെ. ഇതിപ്പോൾ ഇതിനകത്ത് അതിപ്പോൾ വെള്ളം ഇല്ലായിരിക്കും. നമ്മളൊന്ന്
നനച്ചു കൊടുക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഷാമ്പൂ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മാറ്റി ജസ്റ്റ് സ്റ്റീം അടിച്ചു. വാട്ടർ പ്ലസ് സ്റ്റീമാണല്ലോ അത്? സ്റ്റീമാണ്. ഓക്കെ. സ്റ്റീം മാത്രമല്ല, വാട്ടർ പ്ലസ് സ്റ്റീമാണ്. ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇനി ഷാമ്പൂ ചെയ്യും. ഓക്കെ, ഇനി ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മൾ വാക്കും എല്ലാം ചെയ്തു, പിന്നെ എല്ലാ വീലുകളും ക്ലീൻ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പോകണം. നെക്സ്റ്റ് ഇൻറ്റീരിയർ വാഷിംഗ് ആണ്. ഇൻറ്റീരിയർ സ്റ്റീം വാഷാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വെള്ളം ഉണ്ടാവില്ല, സ്റ്റീം മാത്രം. സോ സ്റ്റീം വെച്ചതിന് ശേഷം തുടച്ചു കൊടുക്കും അല്ലേ? അതെ. ഇതിപ്പോൾ അധികം ചെളിയൊന്നും ഇല്ല ഇതിനകത്ത്. അവിടെ ആ കോർണറിൽ അതിൻ്റെ ഇടയിലിരുന്ന് ചെളി വരെ പോയി. അതെ അതെ. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് അടിച്ച് കാണിക്കാമോ? ഈ ഭാഗത്ത് നല്ല ചെളി ഉണ്ടല്ലോ, പെട്ടെന്ന് അറിയാം. നല്ല വ്യത്യാസമുണ്ടല്ലേ? അത് ഗ്രീസും അഴുക്കും. ഒരു വലിയൊരു ഭാഗം പോയി. ഇനി ഇവിടെ ഈ മൂലയിൽ കുറച്ച് ഭാഗമുണ്ട്, അതുകൂടി ഒന്ന്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ക്ലീൻ ആയി. പിന്നെ ഇപ്പോൾ കുറച്ച് പെയിൻ്റ് ഒക്കെ അവിടെ ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പെയിൻറ്റ് ഫെയ്ഡ് ആയിരിക്കുന്നതാണ് അതൊക്കെ. ഓക്കെ, അതിൻ്റെ പ്രഷർ കാരണം എൻ്റെ ജിമ്പിൽ വരെ വരയ്ക്കുന്നുണ്ട്. ഞാനത് മുട്ടിച്ചൊന്നല്ല പിടിച്ചിരിക്കുന്നത്, എന്നിട്ട് പോലും ജിമ്പിൽ വരെ വരയ്ക്കുന്നുണ്ട്. അത്ര പ്രഷറാണ് ഇതിന്. അപ്പോൾ എ സിയുടെ അകത്ത് ഇൻറ്റീരിയറിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് നശിച്ചു പോയിക്കോളും അല്ലേ? ഇനി എൻജിൻ റൂം ഡീഗ്രീസിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ വാഷ്, ഇതിൽ സ്റ്റീം മാത്രമല്ലേ അടിക്കുള്ളൂ? സ്റ്റീം പ്ലസ് വാട്ടർ അല്ലല്ലോ, സ്റ്റീം മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഇതിനകത്ത് എയർ വരികയുള്ളൂ. അല്ല സോറി, വളരെ കുറച്ച് മാത്രം വാട്ടർ ഇതിനകത്ത് വീഴുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നമുക്ക് ഡീഗ്രീസ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഡീറ്റെയിലിംഗ് ബ്രഷ് അല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഈവൻ ഓരോ ചെറിയ ചെറിയ സ്ക്രൂവും ഓരോ നെറ്റ് വരെ ഇതിൽ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. ഡീസൽ. ഓക്കെ, മെഷീൻ്റെ ഡീസൽ സ്റ്റോർ ചെയ്യുന്ന ഇവിടെ, വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ഇവിടെ എത്ര ലിറ്റർ വാട്ടർ? 35 ലിറ്റർ വെള്ളം. 35 ലിറ്റർ. അതെ അതെ. ഈ 35 ലിറ്റർ വെള്ളം എത്ര വണ്ടികൾക്ക് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും? 7 വണ്ടികൾ വാഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതിനുള്ള വെള്ളത്തിന്റെ അളവ് ഈ സൈഡിലായിട്ട് നമുക്ക് കാണിക്കും എന്തോരം വെള്ളം ഉണ്ട്. നിങ്ങളത് ഉപയോഗിക്കുന്ന ഒപ്റ്റിമ സ്റ്റീമർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ. ഇത് എക്സ്പോർട്ടഡ് ആണ്. നമുക്ക് കൊറിയനാണ് ഇത് വരുന്നത്. ഇമ്പോർട്ടഡ് ആണ്. സോറി, ഇമ്പോർട്ടഡ് ആണ്. കൊറിയൻ മെഷീനാണ് അല്ലേ? ഇത് വാട്ടറിന്റെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു മെഷീനാണ്. ഇത് നോർമൽ വെള്ളത്തിൽ ഒരു 10 മുതൽ 50 വരെയാണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. അപ്പോൾ 10ൻ്റെ 50ൻ്റെ ഇടയിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാമെന്നാണ് ടെമ്പറേച്ചർ. അതിന്റെ മുകളിലേക്കുള്ളതോ അല്ലെങ്കിൽ താഴെ ഉള്ളതോ നമ്മൾ ഉപയോഗിക്കില്ല. കാര്യം അത് മെഷീന് കംപ്ലൈന്റ് ആവും. ഓക്കെ, മിനിമം 10 ഡിഗ്രി ചൂടുണ്ടാവണം. അതെ അതെ അല്ലേ? അതെ. അന്ന് 50 ഡിഗ്രിയുടെ മുകളിൽ പോകാനും പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ അടുത്ത് ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹാർഡ് വാട്ടറും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഹാർഡ് വാട്ടർ ബാഡ് ആണോ ഗുഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഇപ്പൊ സോയിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. മണ്ണ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളം വരും. അപ്പൊ അത് ഇതിന് കംപ്ലൈന്റ്, മെഷീന് കംപ്ലൈന്റ് ആണ്. അതെ അതെ, മെഷീനും കംപ്ലൈന്റ് ആണ്, വണ്ടിക്കും കംപ്ലൈന്റ് ആണ്. അപ്പൊ അത് നോക്കിയിട്ടായിരിക്കും മെഷീൻ എടുക്കുക. ഓക്കെ, അപ്പോൾ കാഗോ കാർ വാഷിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കാഗോ കാർ വാഷിൻ്റെ മറ്റൊരു പ്രൊമോട്ടറാണ്, മിഥുനാണുള്ളത്.
അപ്പോൾ ഇതിനോട് ചോദിക്കാം മറ്റെന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് അവരുടെ കയ്യിലുള്ളതെന്നുള്ളത്. നമ്മൾ വണ്ടികളുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ പുള്ളിക്കുത്ത് പോലുള്ള ഇത് കളയാനായിട്ട്. ഓക്കെ, അതായത് വാട്ടർ സ്പോട്ട് റിമൂവർ അല്ലേ? അതെ അതെ. ഓക്കെ, വാട്ടർ സ്പോട്ട് റിമൂവർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സർവീസിലുള്ളതാണ്? സർവീസിലുള്ളതാണ്. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട്? വേറെ ഹെഡ് ലാമ്പ് റിസ്റ്റോറേഷൻ്റെ വരുന്നുണ്ട്. ഹെഡ് ലാമ്പ് റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ട്. അതെ, ഭയങ്കര മോശമായിട്ടിരിക്കുന്ന ഹെഡ് ലൈറ്റുകൾ നമുക്ക് നല്ല ഗ്ലോസി നല്ല ഇതിലായിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എറണാകുളം ജില്ലയിൽ എവിടെയും ചെയ്യുമല്ലോ അല്ലേ? എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും നിങ്ങൾ ചെയ്യും. ആലുവയാണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ്. നമ്മളിപ്പോ ചെയ്തേക്കുന്നത് പിൻകോഡ് വരുന്നത് 101 105 ആണ്. 105 ഇതിലാണ് നമ്മുടെ ബേസ് വാഷ് അവൈലബിൾ ആയിട്ടുള്ളത്. 500 ബേസ് വാഷ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ 2 പിൻകോഡിലാണ്. ബാക്കിയുള്ളവരടുത്തും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് ചെയ്തു കൊടുക്കും? അതെ, ചെയ്തു കൊടുക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മുടെ ബുക്കിംഗ് നമ്പർ ഉണ്ട്, അത് കോൺടാക്ട് ചെയ്താൽ. ഓക്കെ, നിങ്ങളിപ്പോൾ നേരിട്ട് വിളിക്കാനുള്ള നമ്പർ, ഇവരെ നേരിട്ട് വിളിക്കാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതുകൂടാതെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ കോമ്പൗണ്ട് ഉണ്ട് അല്ലേ? കോമ്പൗണ്ട്, ചെറിയ സ്ക്രാച്ചുകൾ അങ്ങനെയുള്ളത് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ സ്വെൽ റിമൂവർ, പിന്നെ സ്വെൽ മാർക്സ് റിമൂവർ ഉണ്ട്. സ്വെൽ മാർക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്താ ഇപ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള തരത്തിലുള്ള ചെറിയ സ്ക്രാച്ചുകളാണ്. ഇതുവരെ ഈ കാണുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് വരെ ഇവർ റിമൂവ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് വേറെ എന്താണ്? പിന്നെ വരുന്നത് വാക്സ് ആണ് വരുന്നത്. ഇത് നമ്മൾ ബോഡി വാഷിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. വണ്ടിക്ക് ഒരു ഷൈനിങ്ങും ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ. ഇതിനപ്പോൾ എത്ര ഡ്യൂറബിലിറ്റി, എത്ര മാസമാണ്? നമ്മൾ നമുക്ക് ഒരു മാസമൊക്കെ നമ്മുടെ നെക്സ്റ്റ് ഒരു ഇത് വരെ. ഓക്കെ, ഒരു മാസത്തെ ഒരു ഡ്യൂറബിലിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഇത് ടയർ ഷൈനിങ്, ഇത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ടയറിൽ അപ്ലൈ ചെയ്യും. പിന്നെ ബ്ലാക്ക് പാർട്സുകൾ ഉണ്ടാവും, ബ്ലാക്ക് പാർട്സ് ഷൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഓൾ പർപ്പസ് ക്ലീനർ ഉണ്ട്. ഇന്റീരിയറും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് അപ്പോൾസ്റ്ററിയിലൊക്കെ ഉപയോഗിക്കാം അല്ലേ? അതേപോലെ തന്നെ കാർ ഷാമ്പു ഉണ്ട്. പിന്നെ സാനിറ്റൈസർ ഉണ്ട്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു വാഹനത്തെ സംബന്ധിച്ച് ഒരു 49 ടച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. ആളുകൾ നമ്മൾ ടച്ച് ചെയ്യാൻ സാധ്യതയുള്ളൂ കൈകൊണ്ട് അല്ലേ? കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സാധ്യതകൾ അത് ക്ലീൻ ചെയ്യാൻ. അത് നമ്മളിപ്പോ കോവിഡിന്റെ ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 49 ടച്ച് പോയിന്റ്സ് നമ്മൾ ഇത് വെച്ച് ചെയ്ത് ഫുൾ സാനിറ്റൈസ് ചെയ്യാം. അതൊരു പ്രത്യേക പാക്കേജ് ആയിട്ട് നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലാസ് ക്ലീനർ ആണ്. പിന്നെ ഡിഗ്രീസർ. ഓക്കെ, ഡിഗ്രീസർ ആണ് നിങ്ങൾ ഫ്രണ്ടിൽ നമ്മുടെ എന്താ പറയുന്നത് എഞ്ചിൻ റൂം ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മിഥുനും നിഷാദുമാണ് നമ്മുടെ ഈ ഒരു കാഗോ കാർ വാഷ് ഈ ഒരു യൂണിറ്റിൻ്റെ പ്രൊമോട്ടേഴ്സ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിക്കാം. ആലുവയാണ് അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ ഏരിയ, മെയിൻ ഫോക്കസ് ഏരിയ. എന്നാലും എറണാകുളം ജില്ലയിൽ എവിടെ വേണമെങ്കിലും അവർ വരും. നിങ്ങളുടെ എൻജിൻ റൂം ഡീഗ്രീസിങ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ്, ഈവൻ ഓരോ സ്ക്രൂ വരെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള എന്താവശ്യങ്ങൾക്കും അവരെ വിളിക്കുക. അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.